ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടാണ്. നമ്മൾ മാഗിയിലെ അത് വെച്ചിട്ട് അടിപൊളി ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ചേരുവകളൊക്കെ ചേർത്ത് അത്രയ്ക്കില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മാഗി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പീസിൻ്റെ പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ഇതുപോലെ അങ്ങോട്ട് എടുത്ത് വെക്കുക പുറത്തേക്ക്. ഇനി ഞാനിത് ക്രഷ് ചെയ്ത് എടുക്കണമൊന്നുമില്ല, കൈകൊണ്ട് പൊട്ടിക്കണമൊന്നുമില്ല, നേരെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കടായിലാണ്. അതിലേക്ക് മുങ്ങിക്കിടക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ 1/4 ഭാഗം മാഗി മുങ്ങിക്കിടക്കുന്ന രീതിയിലോ വെള്ളം എടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പ്, 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓയിൽ, നമ്മൾ ഇപ്പോൾ ഗോൾഡ് വിന്നർ ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വരെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും എടുത്ത് ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതായത് പോലെ അങ്ങോട്ട് ഒലഞ്ഞിരിക്കുന്നുണ്ടാവും. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ ഈ നൂഡിൽസ് വെന്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം മൂടി വെച്ചിട്ട് 2-3 മിനിറ്റിന് ശേഷം കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചോളൂ കേട്ടോ. സാധാരണ നോർമൽ വാട്ടർ ഒന്ന് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അതവിടെ ഇരിക്കട്ടെ, അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ ആ കടായി എന്നെ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂണോളൊക്കെ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 മുട്ട അല്ലെങ്കിൽ 2 മുട്ട, ഞാനിപ്പോൾ 1 മുട്ട എടുത്തിട്ടുള്ളൂ. 2 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 മുട്ട വരെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഉടച്ചൊഴിച്ചിട്ട് അല്പം മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, നന്നായിട്ട് ചിക്കി പൊരിക്കുക അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്യുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളുടെ മാഗിയുടെ പാക്കിലുണ്ടാകുന്ന മസാല ഉണ്ടല്ലോ, അത് 1 പാക്കറ്റെങ്കിൽ 1 പാക്കറ്റ് ചേർത്ത് കൊടുക്കുക. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പാക്കറ്റ് വരെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ മാഗി മസാല ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ വെജ് മസാലയോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഞാൻ 1 പാക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിന് ശേഷം എന്ത് ചെയ്യണം? കുറച്ച് വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 1/4 മുറി സവോളയും 3-4 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ തന്നെ 2 പച്ചമുളകും കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ബീൻസൊന്നും അധികമൊന്നുമില്ല, 2 ബീൻസ്, 1/4 മുറി ക്യാരറ്റ്, അത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളവിടെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നൂഡിൽസ്, അതായത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് സോയാ സോസ് 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ചില്ലി സോസ്. നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ബ്ലാക്ക് പെപ്പറിനെ അങ്ങോട്ട് എടുത്തിട്ടു. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം. എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതുപോലെ 1 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡിയായി. ഇനി അല്പം ഒറിഗാനോ ഇല്ലെങ്കിൽ നമ്മളുടെ ചതച്ച മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളൊക്കെ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ അതൊന്നും കിട്ടാൻ ഒരു വഴിയില്ല, ലോക്ക്ഡൗൺ ഒക്കെ ഇല്ലേ. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നതൊക്കെ കുറച്ച് ഐറ്റംസാണ്. ഫ്രിഡ്ജിലുള്ള കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്